പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനദീപ്തി എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 46-ാം തിരുവചനം. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. പ്രിയരെ, ഇന്ന് നമ്മൾ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന വാക്ക് നമ്മളുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ കുറേയധികം പ്രാർത്ഥനകൾ, കുറേയധികം ചിന്തകൾ നമുക്കുണ്ട്. പ്രാർത്ഥനകൾ നമുക്കറിയാം. ദൈവം സംപ്രീതിപ്പെടുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമുള്ള ചില വാക്കുകൾ കോർത്തിണക്കിയ ചില ജപങ്ങൾ ചേർത്ത് വെച്ചതാണ് പ്രാർത്ഥന എന്നാണ് നമ്മുടെ ചിന്ത, നമ്മുടെ ധാരണ. എന്നാൽ സഭാമാതാവ് നമുക്ക് പ്രാർത്ഥന എന്ന ഒന്ന് നമുക്ക് നൽകുന്നത് അത്തരത്തിലല്ല. പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം? ഏതൊക്കെ വിധത്തിൽ പ്രാർത്ഥിക്കണം? നമുക്ക് കൃത്യമായിട്ട് അതിനൊക്കെ കുറിച്ചൊരു ധാരണയുണ്ട്. ആത്മീയ തലത്തിൽ ഒരു ധാരണയുണ്ട്. എങ്കിലും നമ്മളിന്ന് കുറച്ചുകൂടെ ആഴത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ പഠിക്കുകയാണ്. നമുക്ക് അല്പം ഒന്ന് പ്രാർത്ഥിക്കാം മനസ്സിൽ. കർത്താവേ, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ശിഷ്യന്മാർ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഞങ്ങളെ നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഈശോ ഒരു പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു. നമുക്കെല്ലാം സുപരിചിതമായ പ്രാർത്ഥനയാണ്. അവിടെയാണ് ഈ വചനം കൂടെ ചേർത്ത് വെച്ച് നമ്മൾ ധ്യാനിക്കുക. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കറിയാം നാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. അപ്പോൾ പ്രാർത്ഥനാലയം എന്ന് പറയുന്നത് നാം തന്നെയാണ്. പ്രാർത്ഥിക്കുന്ന ആലയം, ദൈവത്തിൻ്റെ ജീവനുള്ള ആലയം, ദൈവവചനം, ദൈവധ്യാനം, ദൈവ അനുഭവം ഉള്ള പ്രാർത്ഥനാലയം, പ്രഥമ ആലയം നാം തന്നെയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. ഇന്ന് ഈ സുവിശേഷത്തിൽ നാം കാണുകയാണ്, ഈശോ പരിതപിക്കുകയാണ്, അല്ലെങ്കിൽ പരിഭവിക്കുകയാണ്. അതിന് തൊട്ടു മുമ്പേ ഉള്ള സീൻ നമുക്കറിയാം. അനന്തരം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ചാൽ ഈ ഒരു വിശുദ്ധീകരണം നടക്കേണ്ടതായിട്ടില്ലേ? പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയിൽ തോറ്റുപോകുന്നത്, പ്രാർത്ഥനയിൽ മടുത്തു പോകുന്നത്, പ്രാർത്ഥിക്കുന്നവരെ ഇഷ്ടമല്ലാതാകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? നമ്മൾ അവിടെ ഇപ്പോൾ തൽക്കാലം കുറച്ച് ലാഭകരമായ പല കാര്യങ്ങളും, നമുക്ക് ഇഷ്ടമുള്ളതും നമുക്ക് പ്രയോജനകരമെന്ന് നമുക്ക് തോന്നുന്നതുമായ ചില ക്രയവിക്രയങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് മടുപ്പ് തോന്നുന്നത്. കാരണം നമ്മൾ ഈ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിൽ ചില കാര്യങ്ങൾ നമ്മൾ കുടിയിരുത്തിയിരിക്കുക. അവയൊക്കെ പുറത്താക്കിയാൽ മാത്രമേ ഈ പ്രാർത്ഥനാ ജീവിതത്തെ വീണ്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ പലരോടും പ്രാർത്ഥിക്കാൻ വരാൻ പറയുകയാണെങ്കിൽ മടിയാ, അല്ലെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ മടിയാ. പ്രാർത്ഥന എന്ന വാക്കുകൾ തന്നെ ചിലർ പറയാറുണ്ട്, പ്രാർത്ഥിക്കാൻ ഇരുന്ന അപ്പോൾ ഉറക്കം വരും. കാരണം എന്താ? ഈ പ്രാർത്ഥനാലയത്തിൽ മറ്റു പല ക്രയവിക്രയങ്ങൾക്കും നമ്മൾ വിട്ടുകൊടുത്തിരിക്കുക, പണയം വെച്ചിരിക്കുക. ചിലപ്പോഴെങ്കിലും നമ്മൾ ഈ ലോകത്തിനും ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്കുമൊക്കെ ഊർജം ചെലവഴിച്ച്, സമയം ചെലവഴിച്ച്, അതിനുവേണ്ടി തീക്ഷ്ണമായി പരിശ്രമിച്ചുമൊക്കെ നമ്മൾ നമ്മുടെ അഭിഷേകം കെടുത്തിക്കളഞ്ഞു. പ്രാർത്ഥനയുടെ തിരി കൊളുത്താൻ നമുക്കിപ്പോൾ മടിയാ, അല്ലെങ്കിൽ നമുക്ക് സാധിക്കുകയില്ല. അതിലേക്ക് കടന്നു വരുമ്പോഴാണ് കർത്താവിനോട് നമ്മൾ പറയണം, ഈശോയെ, നീ എൻ്റെ ഉള്ളിലുള്ള ഈ പൈശാചികമായ അല്ലെങ്കിൽ സ്വർഗീയമല്ലാത്ത
പിതാവിനാൽ നടപ്പെടാത്തതായ, ഫലം തരാത്തതായ, സ്വർഗത്തിൻ്റെ കൃപക്ക് പാത്രമാകാത്തതെല്ലാം പുറത്താക്കണം. അതിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് യഥാർത്ഥത്തിൽ പ്രാർത്ഥന അനുഭവം ഉണ്ടാകുകയുള്ളൂ. പ്രാർത്ഥന ഒരു ലഹരിയായി, പ്രാർത്ഥന ഒരു ജീവിതചര്യയായി നമുക്ക് മാറുകയുള്ളൂ. പലപ്പോഴും അതിന് നമ്മൾ ശ്രമിക്കാറില്ല. നമ്മുടെ ഉള്ളിലുള്ള ചിലതൊക്കെ പുറത്താക്കപ്പെടാതെ, ചില ലാഭനഷ്ട കണക്കുകളുടെയൊക്കെ, ചില ക്രയവിക്രയങ്ങളുടെയൊക്കെ വ്യാപാര ബന്ധങ്ങളൊക്കെ നമ്മൾ നിർത്തേണ്ടതായിട്ടുണ്ട്. ഭൗതിക തലത്തിലുള്ള പലതും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ പ്രാർത്ഥനയുടെ ചൈതന്യം, അഭിഷേകം, ശക്തിയായി നമ്മളിൽ അനുഭവപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ 40-ാം തിരുവചനം, അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. വീണ്ടും അവിടുന്ന് 46-ാം തിരുവചനത്തിൽ ആവർത്തിച്ച് പറയുന്നു, അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഇപ്പം 2 തരത്തിലാണ് ഈശോ പറയുന്നത്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. വീണ്ടും പറയുകയാണ്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഉറങ്ങുന്നവനോട് പറയുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ നമുക്ക് ഒരു കാരണം, പ്രാർത്ഥിക്കാതിരിക്കാൻ ഒരു കാരണം ക്ഷീണമാണ്, അല്ലെങ്കിൽ തളർച്ചയാണ്, സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുക, നിനക്ക് ഒരു കാരണവും കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റണം. ഉറക്കം വരുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ക്ഷീണമാണെങ്കിൽ ക്ഷീണം അവഗണിച്ച് നീ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, സമയമില്ല എന്ന് പറയരുത് പ്രാർത്ഥിക്കാനായിട്ട്. നീ ദൈവത്തിന് വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി സമയം കണ്ടെത്തും. നിന്റെ ആവശ്യങ്ങളിൽ അവിടെ നിന്ന് ഇടപെടും. നീ പ്രാർത്ഥിക്കാനായിട്ട് നിനക്കൊരു കാരണവും വേണ്ട. പ്രാർത്ഥിക്കാൻ ഒരു കാരണം വേണ്ട. നമ്മളൊക്കെ പറയാറുണ്ട്, പ്രാർത്ഥിക്കാൻ കാരണങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ. എന്നാൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 36-ാം തിരുവചനം ശരിയായി ധ്യാനിച്ചാൽ നാം പ്രാർത്ഥിച്ചു പോകും. അവിടുന്ന് പറയുകയാണ്, സംഭവിക്കാൻ ഇരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. വീണ്ടും പറയുകയാണ്, ഒരിക്കൽ കൂടെ വായിക്കാം, സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട്. സംഭവിക്കാനിരിക്കുന്നവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട്. എന്താണ് ഈ സംഭവിക്കാനിരിക്കുന്നവയെല്ലാം? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം മറക്കാതെ ഇന്ന് തന്നെ എടുത്ത് വായിക്കണം. അവിടെ കൃത്യമായി പറയുന്നുണ്ട് എന്തൊക്കെയാ സംഭവിക്കുക. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ, ഇന്ന് ലോകത്ത് നടക്കുന്ന വളരെ അനിശ്ചിതത്വമായ കാര്യങ്ങൾ, വളരെ വേദനാജനകമായ കാര്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ സദാ ജാഗരൂകരായി പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. ഇത് പ്രാർത്ഥനയുടെ കാലഘട്ടമായി മാറണം. ജപമാല നമ്മുടെ കരങ്ങളിൽ എടുക്കണം. കരുണക്കൊന്തക്കായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. കുടുംബത്തെ പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർക്കണം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പ്രാർത്ഥന? ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മയാണ് പ്രാർത്ഥന. അവിടെയാണ് വെളിപാടുകൾ ഉണ്ടാകുക, അവിടെയാണ് അഭിഷേകം ഉണ്ടാകുക. അവിടെ കൊണ്ടത് അവസാനിക്കുന്നില്ല. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ വിശുദ്ധരും മാലാഖമാരും നമ്മോട് ചേരുന്ന കൂട്ടായ്മയാണ്. സഭ മുഴുവനായും ഒന്നിക്കുന്ന കൂട്ടായ്മയാണ്. ലോകം മുഴുവനും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോടും എല്ലാ സഹനങ്ങളോടും പ്രാർത്ഥനകളോടും വിശുദ്ധരുടെ സമർപ്പണങ്ങളോടും നാം അറിയാതെ തന്നെ ചേരുന്നതാണ് പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ,
ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഈ വചനം പറയുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. അവരും ഞാനും നിങ്ങളും സ്വർഗീയ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വിശുദ്ധരും മാലാഖമാരും ചേരുന്ന കൂട്ടായ്മയാണ് സഭ. ആ കൂട്ടായ്മയുടെ പ്രാർത്ഥനയുടെ അഭിഷേകം ഒരു വലിയ സ്വർഗീയ വലയം നമുക്ക് ചുറ്റും തീർക്കും. പ്രാർത്ഥനയുടെ കവചം നമ്മളെ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കും. സ്വർഗീയമായ വലയം നമ്മുടെ മക്കളെ അവർ പോകുന്ന വഴികളിൽ, ഇടനാഴികളിൽ, പാപത്തിൻ്റെ നാൾവഴികളിൽ അവരെ വഴിതെറ്റാതെ കാത്തുപരിപാലിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു അമ്മയുടെ അപ്പൻ്റെ പ്രാർത്ഥന എപ്പോഴും നമ്മൾ സദാ പ്രാർത്ഥിക്കാനായിട്ട്, അഭിഷേകം പ്രാപിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, എനിക്ക് ഈ പ്രാർത്ഥനയുടെ കടാവിളക്ക് നഷ്ടമാകാതിരിക്കാൻ ഈ വരുന്ന ഇനിയുള്ള കാലഘട്ടങ്ങളിൽ പ്രാർത്ഥന മാത്രമാണ് അഭയം. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ സംരക്ഷണം ലഭിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ സഭയുടെ കൂട്ടായ്മയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ദേവാലയങ്ങളിലേക്ക് കടന്നുപോയി പ്രാർത്ഥിക്കണം. മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നമ്മൾ തിരിയണം. ലോകം മുഴുവനു വേണ്ടി, അനേകം ജനതകളുടെ മാനസാന്തരത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ലോക ജനതയിൽ സ്വർഗീയ ജ്ഞാനം പകരപ്പെടേണ്ടതിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ വരും. എന്തൊക്കെയാണ്? മക്കളുടെ ജോലി, വിവാഹം, വീട് വെക്കണം, ലോൺ എടുക്കണം, ലോൺ തീർക്കണം. ലോൺ എടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ലോൺ അടക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. പഠിച്ച മക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ജോലി കിട്ടിയ മക്കൾ വീട്ടിലേക്ക് വരുമാനം അയച്ചു തരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അവർ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അവർ വിവാഹം കഴിച്ചു പോയ മക്കളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതെല്ലാം കഴിയുമ്പോൾ ഈ മക്കൾ എന്തെങ്കിലും ഒന്ന് കാണാൻ വരണമേ എന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥന ഒരു അന്തവും കുന്തവും ഇല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ തെറ്റും അപാകതയൊന്നുമില്ല. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സാത്താൻ വഴിതിരിച്ചു വിട്ടുകൊണ്ടിരിക്കുക. അവനറിയാം പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന്. ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവനറിയാം ഈ പ്രാർത്ഥന എത്ര വലിയ ദ്രോഹമാണ് അവൻ്റെ രാജ്യത്തിന് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവൻ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യും. നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ ചിന്തയെ, പ്രാർത്ഥനാ ജീവിതത്തെയൊക്കെ അവൻ അലങ്കോലമാക്കും. പല കാര്യങ്ങളിലേക്ക് അവൻ നമ്മുടെ ചിന്തകളെ തിരിച്ചുവിടും. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പല പല കാരണങ്ങൾ ഇട്ട് തന്നുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നാം ഇതൊന്നുമല്ല ചോദിക്കേണ്ടത്. നാം ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും പരിശുദ്ധാത്മാവിനെ അയക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഭൂമുഖത്തെ നവീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് മാത്രം നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ബാക്കിയുള്ളതൊന്നും ചോദിക്കേണ്ട. സ്വർഗസ്ഥനായ പിതാവിന് അറിയാം ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഈശോ വ്യക്തമായി പറയും, വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. വിജാതീയരാണ്, ദൈവത്തെ അറിയാത്തവരാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്, ഇതൊക്കെ ചോദിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ വിജാതീയ പ്രാർത്ഥനകൾക്ക് തുല്യമാണ്. മക്കളുടെ പ്രാർത്ഥനയാണ് പിതാവ് കേൾക്കുന്നത്. കാനായിലെ ആ സ്ത്രീ വരുമ്പോൾ ഈശോ പറയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത് ഉചിതമല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കണം, നാം ചിന്തിക്കണം. മക്കളാണെങ്കിൽ നാം അവകാശികളാണ്. മക്കളാണെങ്കിൽ നമ്മൾ ചോദിക്കാതെ പറയാതെ തന്നെ. നിങ്ങളിൽ എത്ര മാതാപിതാക്കളാണ് മക്കൾ ചോദിച്ചിട്ട് നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുത്തത്, നല്ല സ്കൂളിൽ ചേർത്തത്, നല്ല ഭക്ഷണം കൊടുത്തത്? മക്കൾ ആവശ്യപ്പെടാതെ തന്നെ മാതാപിതാക്കൾക്ക് അവർക്ക് ഏറ്റവും നല്ലത്, ഏറ്റവും ഉചിതമായത് അവർക്ക് ചേർന്ന് കൊടുക്കാൻ അറിയുന്ന മാതാപിതാക്കളാണ് നമ്മൾ. നമ്മളെ നോക്കി ഈശോ പറയും, ദുഷ്ടരായ നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയാമെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ജീവിതാനുഭവമാണ്. ഞാൻ ഇപ്പോഴൊരു ചെറിയ എമർജൻസി വെക്കേഷനിൽ നാട്ടിലേക്ക് വരാൻ ഇടയായി. കാരണം എൻ്റെ അമ്മയ്ക്ക് ഹാർട്ടിന് ബ്ലോക്കുണ്ട്, 2-3 ബ്ലോക്ക് കുറഞ്ഞ പക്ഷം ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. അങ്ങനെ അതിനായിട്ട് വന്നതാണ്. വരുമ്പോൾ ഞാൻ ലിസി ഹോസ്പിറ്റലിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്നു. ലോകം മുഴുവൻ വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചു. അമ്മയുടെ കാര്യം ഓർത്തു. ഈശോയുടെ മുമ്പിലേക്ക് അമ്മയെ കൊടുത്തു. എൻ്റെ നാവിൽ അറിയാതെ ഒരു പ്രാർത്ഥന വന്നു. അതിങ്ങനെയാണ്, ഈശോയെ, നീ നിൻ്റെ അമ്മയെ എനിക്ക് തന്നു, ഞാൻ എൻ്റെ അമ്മയെ നിനക്ക് തരുന്നു. എൻ്റെ അമ്മയുടെ ബ്ലോക്ക് മാറണം, എൻ്റെ അമ്മയുടെ രോഗം മാറണം, ആയുസ് നീട്ടിക്കിട്ടണം എന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നിയില്ല. മണിക്കൂറുകളോളം ഞാൻ അവിടെ ഇരുന്നു. എങ്കിലും ഒരൊറ്റ വരിയിൽ എൻ്റെ പ്രാർത്ഥന തീർന്നുപോയി. ഇത്രയേ പ്രാർത്ഥിച്ചുള്ളൂ, ഈശോയെ, നീ നിൻ്റെ അമ്മയെ എനിക്ക് തന്നു,
എൻ്റെ അമ്മയെ ഞാൻ നിനക്ക് തരുന്നു. ആ പ്രാർത്ഥന എൻ്റെ നാവിൽ അറിയാണ്ട് വന്നതാ. ഞാൻ അങ്ങനെ ചിന്തിച്ച ഒന്നുമല്ല. എൻ്റെ നാവിൽ അങ്ങനെ ഒരു പ്രാർത്ഥന പരിശുദ്ധാത്മാവ് തന്നു. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം എൻ്റെ അമ്മയുടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടിയിലായിരുന്നു ഞങ്ങൾ. കാരണം മമ്മിയുടെ പ്രഷർ സ്റ്റേബിൾ ആയിരുന്നില്ല. വളരെ ഹൈ പ്രഷറിലാണ് മമ്മി ആയിരുന്നത്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ പരിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് മമ്മിയെ തിയേറ്ററിലേക്ക് അവർ കൊണ്ടുപോയി. ആൻജിയോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, 12 പേരെ ഞാൻ പരിശോധിച്ചു, 12 ആൻജിയോഗ്രാം ഞാനിപ്പോൾ ചെയ്തു. അതിലേറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങളുടെ മമ്മിയുടേതാണ്. മമ്മിയുടെ ശരീരത്തിൽ ഒരു ബ്ലോക്കുകളുമില്ല. മമ്മിയുടെ ബ്ലഡ് എല്ലാം നല്ല ക്ലിയർ ആണ്. ഒരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് 2-3 മണിക്കൂറിൽ ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിലേക്ക് പോകാം. ഞാനപ്പോൾ തന്നെ വലിയ സന്തോഷത്തോടെ ദൈവം നന്ദി പറഞ്ഞു. ഞാൻ അന്ന് തന്നെ മമ്മിയെയും കൂട്ടി ഡിസ്ചാർജ് വാങ്ങിച്ചു വള്ളാർപാടം പള്ളിയിൽ പോയി അന്ന് പരിശുദ്ധ കുർബാനയും കണ്ട് വീട്ടിലേക്ക് മടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് അങ്ങ് സ്വർഗത്തിലുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 2016 എൻ്റെ ഓർമ്മ, മരിയൻ കൺവെൻഷൻ നടക്കുന്നു. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ 8 ദിവസം നീണ്ടുനിന്ന മരിയൻ കൺവെൻഷൻ, വലിയ അഭിഷേകത്തിൻ്റെ ദിവസം. അന്ന് നായിക്കമ്പറമ്പിൽ അച്ഛൻ്റെ ഒരു വീഡിയോ സന്ദേശമാണ് അന്നവിടെ പ്ലേ ചെയ്തത്. കാരണം അച്ഛനന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. ആഴ്ചകൾക്ക് മുമ്പ് റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ സന്ദേശം അന്നവിടെ പ്ലേ ചെയ്തു. ആ സമയം ആഴ്ചകൾക്ക് മുമ്പ് റെക്കോർഡ് ചെയ്തപ്പോൾ അച്ഛന് ലഭിച്ച ഒരു സന്ദേശം, ആരുടെയോ കൈവിരലിൻ്റെ മടക്കാനുള്ള ബുദ്ധിമുട്ട്, അതിൻ്റെ വേദന ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. ആ സമയം പെട്ടെന്ന് ഞാൻ ഓർത്തു, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇടത് കൈ കുത്തി വീണിട്ട് എൻ്റെ തള്ളവിരൽ മടങ്ങാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇടത് കൈ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും, വലിയ കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് വലിയ ഏനക്കേടുണ്ടായിരുന്നില്ല. എന്നാലും ചിലപ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ പിടിക്കുമ്പോഴോ കൈ നീട്ടുമ്പോഴോ എടുക്കുമ്പോഴോ ഒക്കെ ഇടത് കൈ വളരെയധികം അസഹ്യമായ വേദന എനിക്കുണ്ടായിരുന്നു. അച്ഛനിത് പറഞ്ഞു. പെട്ടെന്ന് എനിക്കിത് ഓർമ്മ വന്നു. ഞാൻ എൻ്റെ വിരൽ മടക്കി നോക്കി, എനിക്കൊരു കുഴപ്പവുമില്ല, വിരലിൻ്റെ വേദന മാറി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി തൻ്റെ സൗഖ്യദായകമായ കരങ്ങൾ നീട്ടാൻ ദൈവം എപ്പോഴും തയ്യാറാണ്. നമ്മൾ ആരാണ്? നമ്മുടെ മകനോ മകളോ സഹോദരനോ സഹോദരിയോ വേദനിക്കുന്നതോ കണ്ണുനീരോടെ ദുഃഖത്തോടെ രോഗത്തോടെ ഇരിക്കുന്ന കാണാൻ ആഗ്രഹിക്കുക. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മെ സൃഷ്ടിച്ച് നമ്മെ സ്നേഹിച്ച് പരിപാലിക്കുന്ന പിതാവായ ദൈവം നാം വേദനിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുമോ? നിന്റെ രോഗമോ ദുഃഖമോ സങ്കടമോ ഇന്ന് കർത്താവിൻ്റെ മുമ്പിൽ സൗഖ്യമാകണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ സാത്താൻ നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുക. സാത്താൻ പലപ്പോഴും നമ്മളെ ഇങ്ങനെ പല സഹനങ്ങളും സ്വർഗീയമല്ല. പ്രിയപ്പെട്ടവരെ, പല രോഗങ്ങളും സ്വർഗീയമല്ല. പലതും സാത്താൻ നമ്മളെ ബന്ധിച്ചിങ്ങനെ ഇട്ട് നിരാശയിലും അപകർഷതയിലും വേദനയിലും സങ്കടത്തിലും ആഴ്ത്തിക്കൊണ്ട് അവനിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം എന്താ? നമ്മൾ എന്നിട്ട് പറയും, അയ്യോ പ്രാർത്ഥിച്ചിട്ട് ഇത് മാറുന്നില്ല. പ്രാർത്ഥിച്ചാൽ നിന്റെ ഈ രോഗം മാറത്തില്ല. കാരണം ഇതാവും ബന്ധിച്ചിട്ടിരിക്കുന്നത്. നീ നിരാശയിൽപ്പെട്ടു പോകണം. നീ ദൈവമകനായി മകളായി അഭിഷേകത്തോടെ ഉയരുമ്പോൾ ഈ കെട്ടുകൾ പൊട്ടിത്തകരും, ഈ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. അവയെല്ലാം കെട്ടിയവർ തന്നെ അഴിക്കും. കർത്താവ് നിനക്ക് ജീവൻ തരാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഉദാഹരണം, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം നമുക്കറിയാം. ലാസർ രോഗിയായിരുന്നു. രോഗം സുഖപ്പെടുത്താൻ ഈശോ വന്നില്ല. പ്രാർത്ഥനാ കത്തുകൾ, നിയോഗങ്ങൾ മർത്തയും മറിയും ഒക്കെ മാറി മാറി എഴുതി നോക്കി. എന്നാൽ ഈശോ രോഗം സുഖപ്പെടുത്താൻ വന്നതായി കാണുന്നില്ല. എന്നാൽ അവൻ്റെ ജീവൻ പോയപ്പോൾ, അവൻ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് അടക്കമെല്ലാം കഴിഞ്ഞപ്പോൾ ഈശോ അവനെ ഉയർപ്പിക്കാൻ വന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്താണ് അതിൽ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശമെന്നറിയാമോ? നിന്നെ ഉയർപ്പിക്കുന്നവനാണ് ദൈവം. നിന്റെ രോഗങ്ങൾ മരണകാരണമല്ല. നിന്റെ രോഗങ്ങളോ നിന്റെ തകർച്ചയോ നിനക്ക് ചുറ്റുമുള്ള സാമ്പത്തിക പ്രശ്നങ്ങളോ ഒന്നുമല്ല. നിന്റെ ആത്മാവ് ജീവൻ പ്രാപിക്കണം, ഉദ്ധാനം പ്രാപിക്കണം. നീ ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാക്ഷിയാകണം. അതിന് നീ ഉദ്ധാനം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, തീച്ചൂളയുടെ നടുവിൽ കടന്ന ദാനിയേലും കൂട്ടരും തീയൊന്നും ദൈവം കെടുത്തി കൊടുത്തില്ല. തീയുടെ നടുവിലും അവർ പൊള്ളലേൽക്കാതെ നിന്നു. അതാണ് യെശയ്യാ പ്രവചനം പറയുന്നത്, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കയില്ല, നീ നടക്കും, ദൈവം നിന്നെ നടത്തും. വേദനയിലൂടെ, രോഗത്തിലൂടെ, തകർച്ചയിലൂടെ ദൈവം നിന്നെ നടത്തും.
പക്ഷെ ഒന്നും നിന്നെ തടസ്സപ്പെടുത്തുകയില്ല, നിന്നെ തകർക്കുകയില്ല. അതുകൊണ്ടാണ് ജോബിൻ്റെ കാര്യത്തിൽ ദൈവം പറയുകയാണ്, അവൻ്റെ ജീവനെ നീ തൊട്ടുപോകരുത്. ദൈവത്തിന് വലുത് നമ്മുടെ ആത്മാവാണ്, നമ്മുടെ ജീവനാണ്. നമ്മുടെ ശരീരമോ രോഗമോ ഭാര്യയോ മക്കളോ സ്വത്തോ സമ്പത്തോ ഒന്നും ദൈവത്തിന് മുമ്പിൽ കാര്യമല്ല. ദൈവം നോക്കുന്നത് അവൻ്റെ ജീവന് ഏനക്കേടുണ്ടാകരുത്, അവൻ്റെ ആത്മാവിന് നഷ്ടം വരരുത്. മത്തായിയുടെ സുവിശേഷം 16:26 ഈശോ പറയാണ്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാലും എന്ത് പ്രയോജനമാണ്? പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന മുഴുവനും ലോകം മുഴുവനും വെട്ടിപ്പിടിക്കണം, നേടണം, എനിക്ക് വലിയതാകണം, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യണം. ഈശോ പറയുകയാണ്, അതിലൊന്നും ഒരു പ്രയോജനമില്ല. നിന്റെ ആത്മാവ് നഷ്ടമാകാതെ നോക്കുക. ഇതാ വീണ്ടും കർത്താവ് ഇപ്രകാരം പത്രോസിനോട് പറയുകയാണ്, നിന്നെ സാത്താൻ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. ഈശോ പത്രോസിനോട് പറയാ, പത്രോസേ, നിന്നെ സാത്താൻ ഗോതമ്പ് പാറ്റാൻ ഉദ്യമിക്കുന്ന പോലെ ഉദ്യമിച്ചു, എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോ പറഞ്ഞില്ല ഞാൻ സാത്താനെ ബന്ധിച്ചു, ഞാൻ സാത്താനെ ശാസിച്ചു എന്നൊന്നല്ല പറഞ്ഞേ. ഈശോ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന നമ്മൾ ഈ സങ്കടം മാറിപ്പോണം എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് എന്നെ ശക്തിപ്പെടുത്തണം. എന്നിട്ട് ഈശോ കൂട്ടിച്ചേർത്ത് പറയാണ്, നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. ഹല്ലേലൂയ. പത്രോസിനോട് പറയാ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, നീ തിരികെ വന്ന് അവരെ ശക്തിപ്പെടുത്തണം. പത്രോസേ, നീ എന്നെ തള്ളിപ്പറയും, നീ ഓടിപ്പോകും, എങ്കിലും നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഒരു അഭിഷേകമായി മാറണം, തിരികെ വരാനുള്ള ശക്തിയാകണം. തിരികെ വന്ന് മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുന്ന അഭിഷേകമായിട്ട് അത് മാറണം. ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി. ഒരു വ്യക്തി തൻ്റെ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും മാറ്റം വരുമോ? തീർച്ചയായിട്ടും വരും. സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഞാനവിടെ ശുശ്രൂഷയിലും പ്രാർത്ഥനയും ജോലിയും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. 16-ാമത്തെ വയസ്സിൽ ആലപ്പുഴയിൽ തത്തമ്പള്ളിയിൽ വേലാച്ചേരി എന്ന് പറയുന്ന ഒരു കുടുംബം, ആ വീട്ടിൽ ഈശോ ഒരു സന്ദേശം തന്നു, മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങാൻ. ഒന്ന് അവിടുത്തെ അമ്മച്ചി, ഡെയ്സി അമ്മച്ചിയോട് ഞാൻ ചെന്ന് പറഞ്ഞു, ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങണം. ഡെയ്സി അമ്മച്ചി മലയാളം ടീച്ചറാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, കുഞ്ഞിന് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് എഴുതാൻ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. എന്നാൽ അത് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇന്ന് ഞാനിത് പറയുമ്പോൾ, ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. കഴിഞ്ഞ 33 വർഷക്കാലമായിട്ട് അവിടെ ഈ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നു. ഈ വെള്ളിയാഴ്ച 36 മണിക്കൂർ നീളുന്ന മധ്യസ്ഥ പ്രാർത്ഥന. അന്നത്തെ കാലത്ത് വീടുകളിലുള്ള പ്രാർത്ഥനയൊക്കെ നിരോധിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മാർ പൗവത്തിൽ പിതാവ് വന്ന് ഈ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക അനുവാദം തന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗം നിയോഗം തന്നതിനൊന്നും തടസ്സം വരികയില്ല. ഇന്നും അവിടെ അഭിഷേകത്തോടെ പ്രാർത്ഥന നടക്കുന്നു. അവിടെ ആ കൂട്ടായ്മയിലുണ്ടായിരുന്ന ചാക്കോ പറമ്പിൽ ഇന്ന് വൈദികനാണ്. ഈ ഡെയ്സി അമ്മച്ചിയുടെ 2ാമത്തെ മകൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞ് ആ മകൻ തിരികെ വന്ന് ഇന്ന് കപ്പൂച്ചൻ സഭയിൽ ജോസ് വേലാച്ചേരി വൈദികനാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. പ്രാർത്ഥനകൾക്ക് മലകളെ നീക്കാനാവും, പ്രാർത്ഥനകൾക്ക് മലകളെ നിരപ്പാക്കാനാവും, പ്രാർത്ഥനകൾക്ക് ഓടാമ്പലുകൾ ഒടിക്കാനാവും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കൊണ്ടാണ് ഇന്നും നമ്മൾ വിശ്വാസികൾ, സഭാസമൂഹം വളരേണ്ടത്. പ്രാർത്ഥന ഒരു ആയുധമായിട്ട് നമ്മൾ മാറ്റണം. അതിന് പറമ്പിലിറങ്ങണ്ട, അതിന് നിരത്തിലിറങ്ങണ്ട, അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട. നിൻ്റെ ജപമാല എടുക്കുക, വിശുദ്ധിയോടെയുള്ള പ്രാർത്ഥന, അനുതാപത്തോടെയുള്ള പ്രാർത്ഥന. കർത്താവേ, ഞാൻ പാപിയാണ്, എളിമപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥന. കർത്താവേ, ഞാൻ ഇതാ ലോകം മുഴുവൻ്റെ മേലും പാപിയായ എൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് മാത്രം മതി. പ്രിയപ്പെട്ടവരെ, സ്വർഗം നിൻ്റെ പ്രാർത്ഥനകൾക്ക് ചെവി ചായ്ക്കും. സ്വർഗം തുറന്ന് ദൈവത്തിൻ്റെ ദൂതന്മാർ യാക്കോബിൻ്റെ ഗോവണി വെച്ച് നിൻ്റെ പ്രാർത്ഥനകൾക്ക് മുമ്പ് ഇറങ്ങി വരും. അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ മുമ്പിൽ സ്വർഗം നമുക്ക് വേണ്ടി തുറക്കപ്പെടും. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സകല വിശുദ്ധരോടും മാലാഖമാരോടും, പ്രത്യേകമായി നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരോട്, നമ്മുടെ കാവൽ മാലാഖമാരോട്, പരിശുദ്ധ അമ്മയോട്, വിശുദ്ധ ഔസേപിതാവിനോട് ചേർന്ന് ഈ പ്രാർത്ഥനകളെ, ഇന്നത്തെ ഈ വചന ശുശ്രൂഷയെ അഭിഷേകത്തോടെ കേൾക്കുന്നവർക്ക് കൃപയോടെ, നിറവോടെ, അനുഭവത്തോടെ ജീവിക്കാനുള്ള പ്രാർത്ഥനാ ചൈതന്യം നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് ഇപ്പോഴും എപ്പോഴും
സ്തുതിയായിരിക്കട്ടെ.